ഹായ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉച്ച കഴിഞ്ഞിട്ടുള്ള വീഡിയോ കേട്ടോ. ഒന്ന് രാവിലെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ധോനി ബേബിക്ക് പനി കുറവില്ല. അപ്പോൾ പിന്നെ അമ്മി ചെറിയ അനിയത്തി വിറകിന് പോയിരിക്കുക. ഞാനും പോയി കേട്ടോ ഇടയ്ക്കൊന്ന്. ധോനി ബേബി ഉറങ്ങണ സമയത്ത്, അവൾക്ക് മരുന്നൊക്കെ കൊടുത്ത് ഉറങ്ങണ സമയത്ത് കേട്ടോ. അപ്പം നമ്മുടെ അടുത്ത് പിന്നെ റബ്ബറൊക്കെ വെട്ടിയിട്ടേ, അടുത്തൊരു പറമ്പിൽ റബ്ബറൊക്കെ വെട്ടിയിട്ട് നിറച്ച് വിറകുണ്ട് കേട്ടോ. കുറേയൊക്കെ എല്ലാവരും കൊണ്ടുപോയി. നമ്മൾ ലാസ്റ്റ് കുറച്ചൊക്കെ ഇനി ചുള്ളി വിറകുണ്ട്, അത് പെറുക്കാണെങ്കിൽ അമ്മയ്ക്കൊരു ഇതാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. അപ്പോൾ അവർ വിറക് ഉണ്ടാക്കാൻ പോയിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അരിയൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ. അതുപോലെ കുട്ടികൾ അരി അടുപ്പത്തിട്ടിരിക്കണു. കുട്ടികൾക്കുള്ള കോറ വിരകി വെച്ചു. ഇനി ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം. പാത്രങ്ങൾ ഇനി ഒന്ന് കുറച്ചും കൂടി ഉണ്ട് മോറാൻ. അതും കൂടി ഒന്ന് മോറിയിട്ട് ഈ ചോറ് ഊറ്റണ പാത്രമൊക്കെ ഒന്ന് വെള്ളം കളഞ്ഞിട്ടൊക്കെ ഒന്ന് മോറി വെക്കണം. വിറക് വെട്ടി വയ്ക്കാൻ 2 മടാളുകൊണ്ട് അവർ പോയിരിക്കുകയാണ് വിറക് വെട്ടാൻ കേട്ടോ. അപ്പം ഇനി അവർ വന്നിട്ട് വേണം വിറക് വെട്ടി വയ്ക്കാൻ. 5:30 മണിയൊക്കെ ആയിരിക്കണം കേട്ടോ. പാത്രങ്ങളൊക്കെ വേഗം മോറി വെച്ചാൽ പിന്നെ ആ പണി ഒരുങ്ങുമല്ലോ. നിങ്ങളെല്ലാവരും എങ്ങനെയാണോ ചെയ്യാറ്? ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യാറ് എപ്പോഴും. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ ഞാൻ പറയാറുള്ളതാണ്. കാരണം പാത്രങ്ങൾ അപ്പം മോറി വെച്ചാലേ പണി വരുമല്ലോ. അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ കൂടി കിടക്കും. അപ്പോഴും നമ്മൾ തന്നെ ചെയ്യണ്ടേ. ചോറ് വേകുമ്പോഴത്തിന് ഇതൊക്കെ അങ്ങോട്ട് ഇതാക്കി വെച്ചാൽ അത് രാവിലെ ചോറ് വാർത്ത് വെച്ചതാട്ടോ. അപ്പം അധികം കരിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ പാത്രങ്ങളിലൊന്നും അധികം. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമ്മുടെ ഈ ആലുവ അടുപ്പുകാരനെ ഒരു സൈഡും മൂട്ടിൽ മാത്രമേ ശേഖരയിലേക്ക് അരിയാവുള്ളൂ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഞങ്ങളുടെ സ്റ്റോർ റൂമാണ് കേട്ടോ. അത് പഴയൊരു അലമാരയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. കളയാൻ തോന്നുന്നില്ല. നമ്മൾ ഫസ്റ്റ് മേടിച്ചൊരു അലമാരയാണ് കേട്ടോ. അപ്പം അത് കളയാൻ തോന്നുന്നില്ല. സ്റ്റോർ റൂം പിന്നെ അങ്ങനെ തേച്ചിട്ടൊന്നുമില്ല കേട്ടോ, വൃത്തിയാക്കില്ല. കാരണം അവിടെ പൊളിക്കണം എന്ന് വിചാരിച്ചിട്ടേ ഓപ്പൺ ചെയ്തിട്ട് അകത്തേക്ക് ഒരു ബാത്റൂം എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഗ്യാസൊന്നും റെഡി ആയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ആ ഭാഗമൊന്നും തേച്ചിട്ടൊന്നുമില്ല, ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ നിലമൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ നിലം ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തിട്ട് തന്നെ ഭയങ്കര പൊടി. അതുകൊണ്ട് അമ്മ കുറച്ച് വിറക് കൊണ്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. അനിയത്തി വന്നിട്ടില്ല. അവളെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ. അവൾ ഒറ്റയ്ക്കുള്ളൂ അവിടെ. പിന്നെ മേമ ഉണ്ട് കേട്ടോ പുറകിൽ. മേമയുടെ വീടാണ് ഇവിടെ ഈ കാണുന്നത് കേട്ടോ. വീട് കേട്ടോ. ഇവിടെ ഇവർ താമസിക്കണമൊന്നുമില്ല. ഇപ്പോൾ മേമ കണ്ണോപ്പറേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ചെറിയ മേമയുടെ അടുത്താണ്. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ തോട്ടം ഇപ്പോൾ വെട്ടി ഒഴിച്ചിട്ട്. അപ്പോൾ കുട്ടികളുണ്ട് ഇവിടെ, അനിയത്തിയുടെ പിള്ളേരുണ്ട് ഇവിടെ. അപ്പോൾ അവളെ വിളിക്കാൻ വേണ്ടി വരിക. സമയം 5:30 ആയില്ലേ. ഇതാണ്ടോ തോട്. ഈ തോടിൻ്റെ അക്കരെ ഇതാട്ടോ. ഇതായിരുന്നു തോട്ടം. ഒക്കെ വെട്ടി എല്ലാം വെളിച്ചത്തായി കണ്ടോ. അപ്പോൾ ഇത് വിറക് വെട്ടിയിട്ടാ രാവിലെ ഇന്നലെ ഇതൊക്കെ ആയിട്ട്
കണ്ടോ കൊണ്ടുപോയിട്ടില്ല. ഞങ്ങൾ ഇങ്ങോട്ട് തോട്ടത്തിൽ നിന്ന് കണ്ടോ ഇങ്ങോട്ട് കടത്തിയിട്ടിട്ടുള്ളൂ. ഇനി കൊണ്ടുപോകണം. കണ്ണോപ്പറേഷൻ കഴിഞ്ഞ മേമേട്ടോ. ഒരു ഹായ് പറഞ്ഞ എല്ലാരോടും. കൈകൊണ്ട് പറയേ ഹായ്. ആരാളാ പറയണ്ട്? അവർക്കൊന്നും അറിയില്ല ഇത് എന്താ സംഭവം കേട്ടോ. ഇതാ കുട്ട വിളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരും കൊണ്ടുപോകുന്നില്ല. അങ്ങനെ അത് അവിടെ നിന്ന് വന്നു കേട്ടോ. കുറച്ച് ഒരു കെട്ട് ഞാനും ഏറ്റിക്കൊണ്ടുവന്നു. പിന്നെ വന്നതിന് ശേഷം ഞാൻ അടുപ്പിൻ്റെ അവിടേക്ക് വിറക് തീരല്ല കേട്ടോ. അപ്പോൾ പച്ചക്കമ്പും ഉണ്ട് ഉണക്കയുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കക്കമ്പ് നോക്കിയിട്ട് അടുപ്പിൻ്റെ അവിടേക്കുള്ള വിറക് വെട്ടി വെക്കുകയാണ് കേട്ടോ ഞാൻ. അപ്പം ഇനി സന്ധ്യ ആകുമ്പോഴത്തേനൊക്കെ വിറക് വെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ മോളിപ്പോൾ ഉറങ്ങുകയാണ്, ധോനി ബേബി ഉറങ്ങുക. അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും പണി നടക്കുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അവർ രണ്ടുപേരും എന്തായാലും അവിടെയല്ലേ. അപ്പോൾ അങ്ങനെ ഇതാ ചോറിന് വെള്ളം വെക്കണം ഇനി. അങ്ങനെ ചോറിന് വെള്ളമൊക്കെ വെച്ചു. ഒരു 7 മണിയൊക്കെ ആയപ്പോഴത്തേനും രാജേഷേട്ടൻ വന്നു കേട്ടോ. രാജേഷേട്ടൻ വന്നിട്ട് കുട്ടീനെ എടുത്തുകൊണ്ട്, കുട്ടി നല്ല വാശിയാണ്. അപ്പോഴത്തേനും അവിടെ നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇളയച്ചൻ പണി മാറ്റി വരുമ്പോൾ കുറച്ച് മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മത്തിയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ആഗ്രഹിച്ചത് മേടിച്ച് കഴിക്കാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഉള്ള സമയം സന്തോഷമായിട്ട് ഇരിക്കുക, അതാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് കേട്ടോ. അപ്പം മീനൊക്കെ മേടിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ധോനി ബേബി കുഞ്ഞാവ ഉറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയാണ് മീനൊക്കെ നന്നാക്കി എടുക്കുന്നത്. അങ്ങനെ അതാ ഇളയച്ചനതാ TV കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രാജേട്ടൻ കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് രാജേട്ടൻ പോയി. പിന്നെ ഞാൻ തന്നെ എന്നെ അടുപ്പിൻ്റെ ഇടയ്ക്കൊക്കെ വന്നു കേട്ടോ. പിന്നെ അനിയത്തി അതാ പാത്രങ്ങളൊക്കെ കഴുകി വെക്കണു. പിന്നെ ഞാൻ വേഗം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വലിയ അനിയത്തിയും കൂടിയിട്ട് നന്നാക്കി തന്നു. ഞാൻ പിന്നെ വേഗം അതൊക്കെ അടുപ്പത്ത് വെച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി തക്കാളിയൊക്കെ വാട്ടിയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകളില്ലാത്ത സമയമല്ലല്ലോ. അപ്പോൾ ഉള്ള സമയം സന്തോഷമായിട്ട് ഇരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടേക്ക് ഒരു 4 ദിവസം വന്ന മനസ്സൊന്ന് റിലാക്സ് ആവുകയും ചെയ്യുമല്ലോ. നമ്മൾ ഇന്നിപ്പോൾ വീട്ടിലടച്ചു മൂടി ഇരുന്നിട്ട് കാര്യമില്ല. പിന്നെ ഇപ്പോൾ നമ്മുടെ സമപ്രായക്കാരോട് നമ്മൾ എന്തെങ്കിലും സംസാരിക്കുകയും കളിയും ചിരിയും പറയണ പോലെ അല്ലല്ലോ മറ്റുള്ളവരോട്. അപ്പോൾ അങ്ങനെ ഇതാ മീൻകറിയൊക്കെ അടുപ്പത്തായി. ഇന്ന് സാധാ പുളി ഇട്ടിട്ടാട്ടോ മീൻകറി വെക്കുന്നത്. അപ്പോൾ സാധാ പിന്നെ മത്തിയല്ലേ, നല്ല പുളി ഇട്ടിട്ട് വെച്ചിട്ട് നല്ല രുചിയായിരിക്കും. അപ്പം അങ്ങനെ ഇതാ മത്തിക്കറിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് വറുക്കാനും മാറ്റി വെച്ചിട്ടുണ്ട്. അതെല്ലാം മസാലയൊക്കെ ചെറിയ അനിയത്തി തന്നെ ഉണ്ടാക്കിയിട്ട് എല്ലാം റെഡിയാക്കി തന്നു. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല കേട്ടോ എല്ലാവർക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ കൂടെ നിൽക്കണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. അപ്പം അങ്ങനെ കറുവേപ്പിലൊക്കെ കൊണ്ടുവന്ന് അങ്ങനെ കറുവേപ്പിലൊക്കെ തിളച്ച മീൻകറിയിലും കറുവേപ്പിലൊക്കെ ഇട്ട് അങ്ങനെ മീൻകറി വാങ്ങി വെച്ചു. ഇനി കുറച്ച് മീൻ വറക്കാനുണ്ട് കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ധോനി ബേബി എണീറ്റു, വാശി പിടിച്ചു, അവളെ ഉറക്കാൻ പോയി. അതൊക്കെ അതിൻ്റെ ഇടയിൽ ഇതാ മീൻ വറുക്കാനൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ മീനൊക്കെ വറുക്കാൻ വെച്ച് എല്ലാവരും ചോറുണ്ടു. ഇതാ കുട്ടി നീച്ച് വീണ്ടും വാശി പിടിക്കാൻ എന്താണ്ടോ. അപ്പോൾ അതാ അനിയത്തിയൊക്കെ ചോറുണ്ടോതിരിക്കുക. ഇനി ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഭക്ഷണം കഴിക്കാൻ. കുട്ടികളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇഷ്ടപ്പെട്ട